വിദേശ സിനിമകൾക്ക് 100% തീരുവ ചുമത്തി ട്രംപ്. അമേരിക്കയ്ക്ക് പുറത്ത് ചിത്രീകരിച്ച സിനിമകൾക്കാണ് താരിഫ്. ഇന്ത്യൻ സിനിമകൾക്ക് തിരിച്ചടിയാകും. ഇന്ത്യൻ സിനിമകളുടെ വിദേശ ബോക്സ് ഓഫീസിന്റെ ഏകദേശം 35 മുതൽ 40% വരെ സംഭാവന ചെയ്യുന്നത് US ആണ്. ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാമ, എന്താണ് അമേരിക്കയുടെ ട്രംപിന്റെ പുതിയ നീക്കം? ഇന്ത്യൻ സിനിമകളെ ഇത് തിരിച്ചടിയായി ബാധിക്കുമല്ലോ. കീർത്തന, കഴിഞ്ഞ മെയ് മുതൽ തന്നെ ട്രംപിന്റെ പരിഗണനയിലുള്ളതാണ് ഈ വിദേശ സിനിമകൾക്ക് താരിഫ് ചുമത്തുന്ന കാര്യം. നേരത്തെ ഹോളിവുഡിൽ എക്സിക്യൂട്ടീവുകളുമായൊക്കെ ട്രംപ് സംസാരിച്ചിരുന്നു. ഹോളിവുഡ് ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. അതിനെ രക്ഷിക്കാനുള്ള ട്രംപിന്റെ ഒറ്റമൂലിയാണ് ഈ താരിഫ് എന്ന് പറയുന്നത്. വിദേശത്ത് നിന്ന് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും 100% ടാക്സാണ് ട്രംപ് ചുമത്തിയിരിക്കുന്നത്. അതായത് സമ്പൂർണ്ണ നികുതി എന്നതാണ് ട്രംപിന്റെ ഒരു നയം എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങൾ അമേരിക്കയുടെ സിനിമാ വ്യവസായത്തെ തകർക്കുന്നത് മൂലമാണ് തീരുമാനമെന്നാണ് ട്രംപ് പറയുന്നത്. അതായത് ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്നും ഒരു മിഠായി മോഷ്ടിക്കുന്നത് പോലെ അമേരിക്കയുടെ കയ്യിൽ നിന്നും സിനിമകളെ മറ്റു രാജ്യങ്ങൾ തട്ടിയെടുക്കുകയാണ് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്. ഈ സിനിമാ മേഖലയ്ക്കുണ്ടായ നഷ്ടം നികത്തുന്നതിനായിട്ടാണ് ഈ ടാക്സ് ചുമത്തുന്നതെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറയുന്നുണ്ട്. ഒരു കാലത്ത് അമേരിക്കൻ സിനിമയുടെ വിശേഷണമായിരുന്ന ഹോളിവുഡ് ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ ആളുകളെ തിയേറ്ററുകളിൽ നിന്നും അകറ്റുകയാണ് എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക്, നെറ്റ്ഫ്ലിക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ നികുതി ഉണ്ടോ, അതെങ്ങനെയാണ് കണക്കാക്കുക എന്ന കാര്യമൊന്നും ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ വിദേശ സിനിമകൾക്കുള്ള നികുതിയും എന്നു മുതലാണ് നിലവിൽ വരിക എന്നും ട്രംപ് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ത്യയെ കാര്യമായി ബാധിക്കുന്ന, ഇന്ത്യൻ സിനിമകളെ കാര്യമായി ബാധിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ട്രംപിൻ്റെ നിന്ന് വന്നിരിക്കുന്നത്. കാരണം വിദേശ സിനിമ ബോക്സ് ഓഫീസ്, ഇന്ത്യൻ സിനിമകൾക്ക് വിദേശ ബോക്സ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 45% ലഭിക്കുന്നത് US നിന്നാണ്, US തിയേറ്ററുകളിൽ നിന്നാണ്. അതിനെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഈ നെറ്റ്ഫ്ലിക്സ് പോലുള്ള ആപ്പുകൾക്ക് വരികയാണെങ്കിൽ അതിൽ വരുന്ന ഇന്ത്യൻ സിനിമകളെയും ഇത് ബാധിക്കും. എന്തായാലും ട്രംപിൻ്റെ പുതിയ തീരുമാനം എന്നു മുതൽ നടപ്പാക്കുമെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. കീർത്തന. ശരി, ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.